ആദരണീയരെ, പ്രിയമുള്ളവരെ, സാന്ദ്രതയേറിയ സ്നേഹസാന്ദ്രവും ദുഃഖസാന്ദ്രവുമായ അനേകം സ്മരണകൾ പ്രത്യേക അതിർവരമ്പില്ലാതെ യോജിച്ചിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ. 6 പതിറ്റാണ്ടിൻ്റെ 59 വർഷത്തെ ഹൃദ്യമായ ബന്ധം വേണുഗോപാലപ്പണിക്കരുമായി എനിക്കുണ്ട്. ആത്മാവിൻ്റെ അയൽക്കാരൻ എന്ന് ജി കുമാരപിള്ള സാറിൻ്റെ ഭാഷയിൽ എനിക്ക് ആ ബന്ധത്തെ വിശേഷിപ്പിക്കാൻ പറ്റും. ജി കുമാരപിള്ള സാറിനെ പറ്റി ഞാൻ പറയുന്നത് ബോധപൂർവമാണ്. AR രാജരാജവർമ്മയുടെയും LVRൻ്റെയും ജി കുമാരപിള്ള സാറിൻ്റെയും R വിശ്വനാഥൻ്റെയും ഒക്കെ വംശത്തിൽപ്പെട്ട ഒരാളാണ് വേണുഗോപാലപ്പണിക്കർ എന്നറിയാവുന്നത് കൊണ്ടാണ്. 66 ജൂണിൽ മഹാരാജാസ് കോളേജിൽ വെച്ച് പരിചയപ്പെട്ടത് മുതൽ 25 ഏപ്രിൽ 2-ാം തീയതി വരെ ഒരു വളരെ അടുപ്പമുള്ള ഒരു ബന്ധം പണിക്കരുമായിട്ട് എനിക്കുണ്ട്. പണിക്കരുടെ വ്യക്തിത്വത്തിൽ ട്രഡീഷൻ്റെ സ്വാധീനമുണ്ട്. തുളുമ്പാത്ത ഒരു കുലീനത്വം, ഒരു റെനൈസൻസ് മാൻ എന്ന് പാശ്ചാത്യരൊക്കെ വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തിത്വം അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ആൾക്കാരുമായി പെരുമാറുമ്പോൾ 2 തരം ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് എത്ര കഴിഞ്ഞാലും ഒരു അകത്തിൽ കഴിഞ്ഞ് ഉയരാൻ പറ്റില്ല. ചിലർക്ക് എന്തെല്ലാം പരിമിതികളും എന്തെല്ലാം തമോമയമായ ദശാസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു പരിധിയിൽ കവിഞ്ഞ് താഴാൻ പറ്റില്ല. ഒരിക്കലും താഴാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയും അതിൻ്റേതായ അലൗകിക ഘടനകളും അയുക്തിയ ഘടനകളും സ്വന്തം സ്വഭാവത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് വേണുഗോപാലപ്പണിക്കർ. നിഴലായിരുന്നെന്നോ സ്നേഹതാരമം രൂപം എന്ന് പണിക്കരനെക്കുറിച്ച് ഒരിക്കലും അദ്ദേഹവുമായി അടുത്തിടപെട്ട ആർക്കും ചോദിക്കേണ്ടി വന്നിരിക്കില്ല എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. 66 ഞാൻ പരിചയപ്പെടുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. ഞങ്ങൾ മഹാരാജാസ് കോളേജിലാണ്. അന്ന് ഇരുമ്പ് തണ്ടുകൾ കാവൽ നിന്ന മഹാരാജീയ കലാലയം, എത്രയോ പ്രതിഭകൾ കൂടുവിട്ട് പറന്നുപോയ മഹാരാജീയ കലാലയം. മഹാരാജാസിൽ വളരെ പണിക്കരുടെ ഒക്കെ സ്വഭാവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ഘടനകൾ മഹാരാജാസിൽ നിന്ന് കിട്ടിയതാണ് എന്നൊരു വിശ്വാസവും എനിക്കുണ്ട്. ഞങ്ങളൊക്കെ ഹോസ്റ്റലാണ് താമസം. വേണുഗോപാലപ്പണിക്കരുടെ റൂംമേറ്റ് പിൽക്കാലത്ത് കേളവർമ്മ കോളേജിലെ പ്രിൻസിപ്പളായ PS നാരായണനായിരുന്നു. തൊട്ട് എതിർവശത്താണ് സച്ചിദാനന്ദൻ്റെ റൂം. സച്ചിദാനന്ദനും പിന്നീട് കലക്ടറായി ആത്മഹത്യ ചെയ്ത CT സുകുമാരനും റൂംമേറ്റ്സായിട്ടുള്ള തൊട്ട് എതിർവശത്തുള്ളത്. അതിൻ്റെ അടുത്താണ് ഇവിടെയുള്ള TM മാണി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ജോയിൻറ്റ് രജിസ്ട്രാറായിരുന്ന മാണി. താഴെയാണ് ഞാനും പയ്യന്നൂർ കോളേജിലെ മലയാളം പ്രൊഫസറുമായിരുന്നു മേലത്തി ചന്ദ്രശേഖരൻ. ഹോസ്റ്റലേഴ്സ് അല്ലാത്ത വേറെ കുറേ പേരുണ്ട്. ഇപ്പോൾ പോൾ ഡേവിസ് 1-ാം ക്ലാസ് മുതൽ പണിക്കരുടെ ക്ലാസ്മേറ്റാണ്. സെൻറ്റ് പോൾസ് അലോഷ്യസ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായി റിട്ടയർ ചെയ്തു. ആ ക്ലാസ്സും ഞാനത് പറയാൻ ബാധ്യസ്ഥനാണ്. ആ മഹാരാജാസിൽ അന്നത്തെ പണിക്കരുടെ MA ക്ലാസ്സും വളരെയേറെ മിടുക്കന്മാരുണ്ടായതായിരുന്നു. അതിൽ 3 പേരേ ഇനി ബാക്കിയുള്ളൂ. ഒന്ന് ശ്രീകുമാരനുണ്ണി, BA-ക്കും MA-ക്കും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ശ്രീകുമാരനുണ്ണി. ഉപ്പനായ സാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്, 3 കൊല്ലം സാറ് പ്രൊഫസറായിരുന്ന 3 കൊല്ലവും മഹാരാജാസ് കോളേജിലായിരുന്നു MA-ക്ക് റാങ്ക് എന്ന് പറയുന്നുണ്ട്. ശ്രീകുമാരനുണ്ണി, സുഭാഷ് ചന്ദ്രൻ, ലഘു, അങ്ങനെ 3 പേർക്കും. സാറിൻ്റെ ഒരു മനോഹരമായ വാചകമുണ്ട്, ഒരാരൂഢം ഉറക്കുമ്പോൾ മുത്താശായിരിക്കും അതിൽ സന്തോഷം കാണുമല്ലോ എന്ന് സാറ് പറയുന്നൊരു വാചകം ഞാൻ ഓർക്കുന്നു. ആ ക്ലാസ് 1-ാം തരം വളരെ വേണുഗോപാലപ്പണിക്കരുടെ ആ ബാച്ച് വളരെ മിടുക്കന്മാരായ ആൾക്കാരാണ്. മിക്കവാറും എല്ലാവരും തന്നെ
അധ്യാപകന്മാരായും മറ്റ് പല രംഗങ്ങളിലും ഏറ്റവും ശ്രദ്ധേയരായി മാറി. ഇന്ന് ജീവിച്ചിരിക്കുന്നവ ഞാൻ പറഞ്ഞത്, ഒന്ന് ശ്രീകുമാരനുണ്ണി, ഒന്ന് ഗുപ്തൻ, EMSൻ്റെ മകൾ രാധയെ കല്യാണം കഴിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ ആയ CK ഗുപ്തൻ. ഞാനും ഗുപ്തൻ ഇന്നലെ കുറേ നേരം മഹാരാജാസിലെ ആ കാലത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. മറ്റൊന്ന് തേവരക്കുളയിലെ പ്രിൻസിപ്പളായ മുരളി. ഇവർ 3 പേര് മാത്രമേ പുരുഷന്മാരിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ, ആ ബാച്ചിലുള്ളവർ. പിന്നെ KP ശങ്കരൻ മാഷ്. സ്ത്രീകളിൽ കമലയുണ്ട്, രാജിയുടെ തന്നെ ഗുരുനാഥിയായിരുന്ന വിമല കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന പ്രൊഫസറായിരുന്ന ശാന്തയുണ്ട്. അങ്ങനെ എല്ലാവരും, മിക്കവരും, MS ബാലകൃഷ്ണൻ, പവിത്രൻ, ഇവരെല്ലാവരും, ഞാൻ പറഞ്ഞു വരുന്നത് അവരെല്ലാം കോളേജ് പ്രൊഫസർമാരും മറ്റു പല രംഗങ്ങളിലും പ്രഗത്ഭന്മാരായ ഒരു നല്ല ബാച്ചായിരുന്നു ആ ബാച്ച്. അതിൽ മിക്കവർക്കും രാഷ്ട്രീയം ഉണ്ടായിരുന്നവരാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം വിലക്കപ്പെട്ട കനിയാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല എന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നവരാണ് ഞങ്ങളൊക്കെ തന്നെ. അതിൽ ഓരോരുത്തരും, ആ ബാച്ചിലുണ്ടായിരുന്ന ഓരോരുത്തരും, ഞാൻ അധികം സമയം എടുക്കുന്നത് കൊണ്ട് പറയാതിരിക്കുന്നില്ല, എനിക്ക് വളരെ സൂക്ഷ്മമായി പറയാൻ പറ്റും. എല്ലാവരും രാഷ്ട്രീയത്തിൽ, സജീവ രാഷ്ട്രീയത്തിൽ, വിദ്യാർത്ഥി പൊളിറ്റിക്സിൽ താല്പര്യമെടുത്തവരാണ്. പണിക്കർ അതിൽ പെടില്ല. പക്ഷേ രാഷ്ട്രീയത്തെ പറ്റിയുള്ള വളരെ സൂക്ഷ്മമായ നിരീക്ഷണം പണിക്കർക്കുണ്ടായിരുന്നു. ബാക്കി പലരും, ഗുപ്തനും ഞാനും മേലത്തും ഇവരെല്ലാവരും, പവിത്രനും ഒക്കെ തന്നെ രാഷ്ട്രീയത്തിൽ നോട്ടീസ് എഴുത്തും പ്രസംഗവും ഒക്കെയായി കഴിഞ്ഞപ്പോൾ അതിലെല്ലാം ആ നുരയിൽ നിന്നും പതയിൽ നിന്നും ഒഴുക്കുത്തുകളിൽ നിന്നൊക്കെ മാറി നിന്ന് എല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പണിക്കൽ. നല്ല വായന, ഈ പറഞ്ഞ പോലെ വലിയ റേഞ്ചുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ആഗതർക്ക് നളിനിയുടെ, കുമാരനാശാൻ്റെ നളിനിയിലെ ഒരു ഭാഗം അല്പം ഒന്ന് മാറ്റി പറഞ്ഞാൽ, ആഗതർക്ക് വിവിധ സ്വരങ്ങളാൽ സ്വാഗതം പറയുന്ന സരോജിനിയാണ് പണിക്കരുടെ മനസ്സ്. എന്തും ഉൾക്കൊള്ളുന്ന വലിയ റേഞ്ചുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിന് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആ കാലത്ത് 67 കാലത്ത് പ്രൊഫസർ ജോസഫ് ഉണ്ടശ്ശേരി മലയാളത്തിൻ്റെ കെട്ടുപോയ രുചിയെ പ്രത്യാനയിക്കാൻ വേണ്ടി നിരവധി പോരാട്ടങ്ങൾ നടത്തിയ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പത്രാധിപരായിരുന്ന മംഗളോദയത്തിൽ പണിക്കരുടെ ലേഖനങ്ങൾ വരുമായിരുന്നു. 67-68 കാലങ്ങളിലൊക്കെ മഹാരാഷ്ട്രയിൽ പണിക്കരുടെ ധാരാളം ലേഖനങ്ങൾ മുണ്ടശ്ശേരി പത്രാധിപരായിരുന്ന മംഗളോദയം മാസികയിൽ വന്നത് ഞാൻ ഓർക്കുന്നു. അത് ഒട്ടും ഭാവിക്കാതെ ഇതാണ്. ഒട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ കാലാശ്ശേരിയൊക്കെ വിശദമായി ഭംഗിയായി പറയേണ്ടായി. പണിക്കലിലൊരു ബുദ്ധനുണ്ട്, ഒരു 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 പരിവ്രാജകനുണ്ട്. ബുദ്ധൻ്റെ രീതി അതാണല്ലോ, ഒരു ഇരുത്തവും ഒരു നടത്തവും. അതുപോലെ പണിക്കർക്കും അങ്ങനെ ഒരു പരിവ്രാജകത്വം എന്നോ സന്യാസത്വമെന്നോ ഒരു ത്യാഗബുദ്ധി എന്നോ ഒരു വൈരാഗ്യബോധമെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയുള്ള ഒരു പ്രകൃതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അന്നത്തെ ഒരു കാലവും പ്രത്യേകതയാണ്. പണിക്കരെയൊക്കെ സൃഷ്ടിച്ചത് ആ കാലം കൂടിയാണ് എന്ന് പറയാൻ തോന്നുന്നു. കാരണം അന്ന് ഒരുപാട് മാറ്റം വരുന്നൊരു കാലം, മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. കാലബോധവും ലോകബോധവും കലാബോധവും മൂല്യബോധവുമുള്ള ധാരാളം വിദ്യാർത്ഥികൾ, അതിപ്രഗത്ഭന്മാർ, അധ്യാപകന്മാർ. മലയാളത്തിൻ്റെ പ്രൊഫസർ CL ആന്റണി മാഷ്, കേരള പാണ്ഡ്യ ഭാഷ രചിച്ച CL ആന്റണി മാഷ് പണിക്കർക്ക് ഇഷ്ടമുള്ള ഗുരുനാഥനുമായിരുന്നു. രാജിയുടെയും അധ്യാപകനാണെന്ന് ഞാൻ ഓർക്കുന്നു. ഇതാണ്. തൊട്ട് ഗുപ്തനായർ സാർ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ മനസ്സാ സ്മരാമിയിൽ ഒറ്റ വാചകത്തിൽ പണിക്കരുടെ വ്യക്തിത്വത്തെ പറയുന്നുണ്ട്. ഈ ഭാഷാ വിചാരം ജന്മസിദ്ധമായി കിട്ടിയ വ്യക്തി ആണ് പണിക്കർ എന്ന് ഒരു വാചകമുണ്ട്. അതാണ്. അപ്പോൾ ആ രീതിയിലുള്ള, പിന്നെ P കുഞ്ഞുഷ്ണമേനോൻ മാഷ്, അച്ഛൻ മാഷ്, സാനു മാഷ്. ഞാനിന്ന് ഇവിടെ നിൽക്കുമ്പോഴും സാനു മാഷുടെ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വേവതോടുകൂടിയാണ് ഞാൻ ഇന്നൊരു ടു ബി ഓർ നോട്ട് ടു ബി എന്നൊരവസ്ഥയിലായിരുന്നു. പണിക്കളിതിന് വരാനിരിക്കാനല്ല, സാനു മാഷ് വയ്യായ്മയെക്കുറിച്ചുള്ള വല്ലാത്തൊരു ദുഃഖം എന്നെ അലട്ടുന്നുമുണ്ട്. അതാണ്. ആ രീതിയിൽ വലിയ ഗുരുനാഥന്മാർ, ആശയങ്ങളുടെ അറിവിൻ്റെ ചക്രവാളങ്ങളെ വരച്ചു കാണിച്ച വലിയ ഗുരുനാഥന്മാർ. ഇതാണ്. അന്ന് ഞാൻ ഒരു അധ്യാപകൻ്റെ ദുഃഖത്തോടുകൂടിയാണ് പറയുന്നത്. ആ നഷ്ടപ്പെട്ടു പോയ കാലത്തെക്കുറിച്ചുള്ള ഒരു വിതുമ്പൽ കൂടി, പണിക്കരുടെയൊക്കെ പോക്കോടുകൂടി ഒരു വലിയ കാലം, ഒരു സുവർണകാലം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു അധ്യാപകൻ്റെ ദുഃഖം നിങ്ങളുമായി രേഖപ്പെടുത്താനാണ്. അന്ന് ഒരുപാട് പുതിയ മാറ്റങ്ങൾ വന്ന കാലമാണ്.
ജീൻ പോൾ സാർത്രയുടെ നോബൽ സമ്മാനം കിട്ടിയിട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ജീൻ പോൾ സാർത്രയുടെ ആത്മകഥ വേർഡ്സ് സീരിയലൈസ് ചെയ്യുന്ന കാലം ആണ്. ലിറ്റററി മോഡേണിസത്തിൻ്റെ കാലം ആണ്. വലിയ വലിയ ആചാര്യന്മാർ, വലിയ വലിയ ഗ്രന്ഥങ്ങൾ, എബ്സേർഡ് ഡ്രാമ വരുന്ന കാലം ഇതാണ്. നക്സലിസത്തിൻ്റെ തുടക്കത്തിൻ്റെ ഒരു കാലം, എഫ്ലുവൻസ് സൊസൈറ്റിയുടെയൊക്കെ ചർച്ചകൾ വരുന്നൊരു കാലം. അങ്ങനെ ഒരു വലിയ മാറ്റങ്ങൾ ഇതാണ്. പുതിയ പുതിയ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും അപാരമായ ഗതിവേഗം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാളേക്ക് വേണ്ടി ചിന്തിക്കേണ്ട തലച്ചോറാണ് വിദ്യാർത്ഥി എന്ന ബോധമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പണിക്കരുടെ MA കാലമെന്നൊക്കെ ഞാൻ ഓർക്കുന്നു. അത് കുട്ടികളെ തന്നെ ഉണ്ടായിരുന്നൊരു അന്ന് പയ്യൻ കമ്പനിയിലൊക്കെ വരുന്ന ഏറ്റവും പുതിയ പുസ്തകം ഞാൻ ഓർക്കുന്നു. അന്ന് TV കുഞ്ഞുകൃഷ്ണൻ്റെ അന്വേഷണത്തിൽ ഓണപ്പതിപ്പ് വന്നാൽ ഞങ്ങളൊക്കെ മാർക്കിടും. പണിക്കർ വേറെ മാർക്കിടും, ഞാൻ വേറെ മാർക്കിടും, സച്ചിദാനന്ദൻ വേറെ മാർക്കിടും. ഞങ്ങൾ എന്നിട്ട് ചർച്ച ചെയ്യും ആരാണ് ഏത് ലേഖനത്തിന്, ഏത് കഥയ്ക്ക്, ഏതിനാണ് മാർക്ക് അധികം കൊടുത്തത് എന്ന് ചർച്ച ചെയ്യുന്ന ഒരു കാലം. അതുപോലെ ഇംപ്രിൻ്റ്, എൻകൗണ്ടർ, ക്വിസ്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ മാസികകളും പുതിയ കാലബോധം ഉണ്ടാക്കിയിരുന്ന ലിറ്റററി മോഡേണിസത്തിൻ്റെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത. അപ്പോഴൊക്കെയാണ് അതൊക്കെ ഉണ്ടാക്കിയ ഒരു മാറ്റങ്ങൾ ഹൃദ്യമായ വ്യക്തിബന്ധങ്ങളിലാണ്. വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ നിന്ന് അടരാടുമ്പോഴും. അപ്പോൾ ഞാനും TK രാമേന്ദ്രൻ്റെയൊക്കെ ഞങ്ങൾ 2 വിഭാഗങ്ങളായിരുന്നു. ഏറ്റവും അധികം മഹാരാജാസ് കോളേജിൽ വേണ്ടിയിട്ട് അന്ന് നോട്ടീസ് എഴുത്തുകയും പ്രസംഗം നടത്തിയവരിൽ ഒരു ഭാഗത്ത് TK രാമേന്ദ്രൻ, മറുഭാഗത്ത് ഞാൻ. പക്ഷേ അന്നത്തെ ഏറ്റവും അടുത്ത 2 സുഹൃത്തുക്കളാലാന്ന ചോദ്യത്തിന് കോളേജ് പറയുന്ന മറുപടി ഞാനും TK രാമേന്ദ്രനാണെന്നാണ്. അങ്ങനെ ഒരു വ്യത്യസ്തമായ അതിൻ്റെയൊക്കെ ഒരു ടോളറൻസ് ഉണ്ട്. EM ഫോസ്റ്റർ പറയുന്ന പോലെ ടോളറൻസ് ഒരു മൂല്യമാവുന്നതിൻ്റെ ഒരു വലിയ സങ്കല്പം മഹാരാജസിലുണ്ടായിരുന്നു. അതിൽ നിന്ന് വളർന്ന ആ റിനൈസൻസ് മൂല്യങ്ങളൊക്കെ ഉൾക്കൊണ്ട വലിയ റേഞ്ച് ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു പണിക്കരെന്നുള്ളത്. ആ റേഞ്ച് നമ്മൾ പറഞ്ഞല്ലോ, ഈ കുമാരനാശാനെ ഞാൻ വീണ്ടും ഓർക്കുന്നു. ഏകകാര്യം അഥവാ ബഹുത്തമം, ഏകകേതു ബഹുകാര്യകാരിയാം എന്ന് പറയുന്നത് പോലെ ബഹുകാര്യകാരിയായ ജീവിതമായിരുന്നു. പല വിഷയങ്ങളിൽ താല്പര്യം, പല അറിവുകൾ, പല ബോധങ്ങൾ, ഏത് വിഷയങ്ങളും മനസ്സിലാക്കാനുള്ള ജിജ്ഞാസ. അപ്പോഴൊക്കെ TS എലിയറ്റിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തമായ കൊട്ടയും വലയും അതുണ്ടായിരുന്നു. ഏതിലും പണിക്കർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് ആണ്. എല്ലാം നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴും സ്വന്തമായ ഒരു വീക്ഷണം, സ്വന്തമായ ഒരു കാഴ്ചപ്പാട്, സ്വന്തമായ ഒരു വ്യക്തിത്വം. അതുകൊണ്ടാണ് പണിക്കരുടെ കൃതികളിലൊക്കെ തന്നെ ഒരു മൗലികത, ഒരു ഒറിജിനാലിറ്റി കാണുന്നത്. പ്രസിദ്ധമായ ചൊല്ലുണ്ടല്ലോ, എവരി ഗ്രേറ്റ് റൈറ്റർ ബീങ്സ് എ ന്യൂ എലിമെൻറ്റ് ദാറ്റ് ഇസ് ഹിംസെൽഫ് എന്ന് പറയാവുന്ന രീതിയിൽ അതിലെല്ലാം പണിക്കരുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തിൻ്റെ മൗലികതയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഡിസ്കവറിയുണ്ട് ആണ്. ആ ഒറിജിനാലിറ്റി ഇപ്പോൾ ഇവിടെ CL ആൻ്റണി മാഷ് ഏറ്റവും അടുപ്പമുള്ള ഇഷ്ടമുള്ള ഗുരുനാഥനായിരുന്നു. CL ആൻ്റണി മാഷുടെ കോൺട്രിബ്യൂഷനെ പറ്റി ചോദിച്ചപ്പോൾ പണിക്കർ പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഇല്ല പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷൻ ഇല്ല എന്ന്. ഒന്ന് വിഷമിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. പിന്നെയും ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ പറഞ്ഞുകൂടാ, അങ്ങനെ പറയാമോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല, ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളത് LVRനെ കണ്ടെത്തി എന്നുള്ളതാണെന്നാണ്. LVRനെ കണ്ടെത്തുകയും LVRനെ കുറിച്ച് എഴുതുകയും ചെയ്തു എന്നുള്ളതാണ് CL ആൻ്റണി മാസ്റ്ററുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയേണ്ടായി. ഇപ്പം ലീലാവ് ടീച്ചർ ഞങ്ങൾക്കൊക്കെ സ്നേഹവും ബഹുമാനമുള്ള ടീച്ചറാണ്. എറണാകുളത്ത് ഞാനുണ്ടാകുമ്പോൾ പണിക്കർ വന്നാൽ ഞങ്ങൾ ലീലാവ് ടീച്ചറൊക്കെ വീട്ടിൽ പോകും. പക്ഷേ ടീച്ചറുടെ എഴുത്തിന് തീസിസിനെ കുറിച്ച് പണിക്കർക്ക് മതിപ്പില്ല. ഒരു ഉദാഹരണം പറയാം, രഹസ്യം പറയാം. അതിന് വാല്യുവേഷന് വന്നത് കുഞ്ഞുണ്ണി രാജക്കാണ്. കുഞ്ഞുണ്ണി രാജ അത് ആദ്യം വായിക്കാൻ ഏൽപ്പിച്ചത് പണിക്കരെയാണ്. അത് അത്രയും മതിപ്പ് അതും ശ്രദ്ധിക്കേണ്ടതാണ്. ഡോക്ടർ കുഞ്ഞുണ്ണി രാജ ഏറ്റവും ശ്രദ്ധേയനും ഏറ്റവും നന്മ നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ പണിക്കരത് ഒന്ന് ഏൽപ്പിക്കുക എന്നുള്ളതിന് അതിലൊരു വലിപ്പമുള്ളതാണ്. അദ്ദേഹവും അത് നോക്കാഞ്ഞിട്ടല്ല. പക്ഷേ പണിക്കർ ടീച്ചറുടെ തീസിസ് ആദ്യം ഒന്ന് വായിച്ചതിന് ശേഷമേ കുഞ്ഞുണ്ണി രാജയും അത് ശ്രദ്ധിച്ചുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിനോടൊന്നും പണിക്കർക്ക് വലിയ മതിപ്പില്ല. അത് AR രാജാവർമ്മ, LVR തുടങ്ങിയുള്ള വളരെ ചുരുക്കം പേരോടും. അപ്പോൾ കോൾഡ്വെല്ലിനെ കുറിച്ച്, ബ്ലൂംഫീൽഡ് നിങ്ങൾക്കറിയാമല്ലോ, ചോംസ്കിയെക്കുറിച്ച് ഫൊണ്ടാന മോഡേൺ മാസ്റ്റേഴ്സ് ജോൺ ലൈൻസ് എന്നു പേരായ പണ്ഡിതൻ്റെ ഒതുക്കമുള്ള
ഫ്രാങ്ക് കർമോഡ് എഡിറ്റ് ചെയ്ത ആ പുസ്തകത്തിൽ ഏറ്റവും ഒതുക്കുള്ള നല്ല പുസ്തകം അതിൽ പറയുന്നുണ്ട്. അതിൽ ബ്ലൂംഫീൽഡിനെ പറ്റി പറയുന്നുണ്ട്. ബ്ലൂംഫീൽഡിൻ്റെ സംഭാവനകളെപ്പറ്റി മതിപ്പില്ലാത്ത ഒരു ഭാഷാ പണ്ഡിതനാണ് വേണുഗോപാല പണിക്കർ, നമ്മൾ ഓർക്കണം. ആണ് ലാംഗ്വേജ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. ഭാഷാശാസ്ത്രത്തെ പറ്റി പറയുമ്പോഴൊക്കെ തന്നെ എപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുള്ള ബ്ലൂംഫീൽഡ്, പണിക്കർക്ക് മതിപ്പില്ല. അപ്പോൾ എന്തിനേയും സ്വന്തം രീതിയിൽ സമീപിക്കുകയും സ്വന്തമായ അഭിപ്രായം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു വൈഭവം പണിക്കർക്കുണ്ടായിരുന്നു. വളരെ ഒറിജിനലാണ്. പണിക്കരുടെ ഒരു മേന്മ എന്ന് പറയുന്നത് ഈ ഗുപ്നായ് സാറ് പറഞ്ഞ വളരെ ശരിയാണ്. ഇൻറ്റ്യൂട്ടീവായിട്ട് ജന്മസിദ്ധമായി കാര്യങ്ങൾ കാണാനുള്ള ഒരു പ്രത്യേകമായ കണ്ണ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏത് വിഷയത്തെക്കുറിച്ചുള്ള രാജിക്കറിയാം, ഞങ്ങൾക്ക് ഞാനും പണിക്കലൊക്കെ ആയിട്ടൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ധന്യത എന്ന് പറയാവുന്നത് ഇത്രയും വലിയ മനുഷ്യന്മാർ, ഇത്രയും നല്ല മനുഷ്യന്മാർ. പണിക്കരുടെ ഏത് രചനയേക്കാളും വലുത് പണിക്കരുടെ ജീവിതമാണ്, വ്യക്തിത്വമാണ്, സ്വഭാവശുദ്ധിയാണ്, നന്മയാണ് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതൊക്കെ അവരൊക്കെ അടുപ്പാൻ കഴിഞ്ഞു എന്നുള്ളത് ഇപ്പോൾ എൻ്റെ വലിയ സന്തോഷമാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാം. എല്ലാം ബൈബിളിലൊരു വാക്യമുണ്ട്, മുത്തുകളെല്ലാം വാരി വിതറാനുള്ളതല്ലെന്ന്. അതെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കട്ടെ, കവികൾ പാടിയതുപോലെ അതെല്ലാം മുത്താവട്ടെ എന്നൊരു വിശ്വാസക്കാരനാണ് ഞാൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു പെൺകുട്ടിയുമായി എനിക്ക് അടുപ്പമുണ്ട് എന്ന് പണിക്കർ എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഇത്രയും പറഞ്ഞു, ആ കണ്ണാണ് എന്നെ ഏറ്റവും ആകർഷിച്ചത് എന്ന് പറഞ്ഞത് ആ പഴയ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. ആ രീതിയിൽ പിന്നെ അതിൻ്റെ ഒരു ഭാഗങ്ങൾ കുറേയേറെ മൊഹീദ്ദീൻ, ഞാനും പണിക്കരും സംസാരിക്കുമ്പോൾ കാരാശ്ശേരി ഇല്ല, മൊഹീദ്ദീനേ ഉള്ളൂ. മൊഹീദ്ദീൻ പറയുകയുണ്ടായി. ആ രീതിയിൽ അനേകം ജീവിതത്തിൻ്റെ രാജിക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ജീവിതത്തിൽ അനേകം ഞങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും അഭിപ്രായങ്ങളും വിഭിന്ന രുചികളും ഒക്കെ അന്യോന്യം കൈമാറാനത്ര അടുപ്പമുണ്ടായിരുന്ന ഏറ്റവും ഉന്നതനും ഏറ്റവും നന്മയുള്ളവനും ഏറ്റവും വിശുദ്ധനും എന്ന് പറയാവുന്നതിൽ പണ്ഡിതനുമായ ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്കുള്ള നഷ്ടം ചെറിയ നഷ്ടമല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചൊക്കെ അതിലേക്ക് കാരാശ്ശേരിയൊക്കെ മറ്റു മുമ്പ് പലരും പറഞ്ഞ പോലെ പലതും ചെയ്തില്ല. എൻ്റെ ഒരു സങ്കടം, പാലി ഭാഷയെപ്പറ്റി പണിക്കൊരു ബുക്ക് എഴുതണം എന്ന് എനിക്ക് വലിയ ആഗ്രഹവും നിർബന്ധവും ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ, അത് ഹിന്ദിയിലൊരു രാഹുൽ സാങ്കൃത്യായനമൊക്കെ ചെയ്തൊരു കാര്യം മലയാളത്തിൽ ചെയ്യാൻ ഏറ്റവും അർഹതയുള്ള ആൾ വേണുഗോപാല പണിക്കരാണ്. വേണുഗോപാല പണിക്കർ തന്നെയാണ്, വേണുഗോപാല പണിക്കർ മാത്രമാണ് എന്ന വിശ്വാസക്കാരനായിരുന്നു ഞാൻ. അതുകൊണ്ട് നിരന്തരം ചോംസ്കി എഴുതാൻ നിർബന്ധിച്ചതിൻ്റെ എത്രയോ ഇരട്ടി പാലി ഭാഷയെപ്പറ്റി പുസ്തകം എഴുതാൻ ഞാൻ പണിക്കരെ നിർബന്ധിച്ചിരുന്നു. അതിൽ പണിക്കർക്കൊരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, ഒരു ബുദ്ധൻ്റെ ഒരു സ്വഭാവം. ഇപ്പോൾ ഡെസ്മൻ മോറിസിനെ പോലെ മാൻ വാച്ചിങ്ങും ഇൻറ്റിമേറ്റ് ബിഹേവിയറും ഒക്കെ എഴുതിയ ഡെസ്മൻ മോറിസിനെ പോലെയുള്ള കണ്ണോടുകൂടി കണ്ടാൽ പണിക്കരുടെ ആ ചിരിയിലും സംഭാഷണത്തിലും നർമ്മബോധത്തിലൊക്കെ ഒരു ബുദ്ധനുണ്ട് എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. ബുദ്ധൻ മുതൽ ഗാന്ധിജി വരെ, യാജ്ഞവൽക്യം മുതൽ ടാഗോർ വരെ ഉള്ളൊരു സംസ്കാരം എന്ന് വിൽഡുറന്ത് ഇന്ത്യൻ സംസ്കാരത്തെ പറ്റി വിശേഷിപ്പിക്കുന്നതും അർത്ഥവത്ത് തന്നെയാണ്. പണിക്കർക്ക് അതുപോലെ അതൊന്നും ഒരു കാര്യമായി എടുത്തില്ല. മറ്റൊന്ന് ഒരു പെർഫെക്ഷനിസമാണ്. സി.ജെ. തോമസിനെ പറ്റി പറയുമ്പോൾ പി.കെ. ബാലകൃഷ്ണൻ പറയുന്നുണ്ടല്ലോ, സമ്പൂർണ്ണതാബോധത്തിൻ്റെ ട്രാജഡി എന്ന് പറയുന്ന പോലെ ഒരു അതിർത്തി വരെ പണിക്കരെ പറ്റിയും അത് പറയാവുന്നതാണ്. ഒരു പെർഫെക്ഷനിസം ഉണ്ടായിരുന്നു. അത് പലപ്പോഴും അത് അതിര് കവിഞ്ഞാൽ ഒരു ട്രാജഡി ആയിട്ടോ അല്ലെങ്കിൽ ഭാവത്തിന് ഒരു അഭാവം വരാം എന്ന് സാഹിത്യകാരന്മാർ പറയുന്ന പോലെ ഒരു അഭാവത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് വ്യക്തമാക്കാം. പണിക്കർക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു, ഒരു പെർഫെക്ഷനിസം ഉണ്ടായിരുന്നു, എല്ലാം ശരിയാവാൻ. അങ്ങനെ വരുമ്പോൾ കർമ്മങ്ങൾ കുറയുകയും രചനകൾ കുറയുകയും ചെയ്യുന്നു എന്നുള്ളത് ലോക സാഹിത്യത്തിലെ ധാരാളം പേരെ ഉദാഹരിച്ചുകൊണ്ട് വ്യക്തമാക്കാവുന്നതാണ്. പണിക്കർക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് മലയാള ഭാഷയ്ക്ക് പലതും കിട്ടാതെ പോയി. എന്നാലും എനിക്കിന്ന് സന്തോഷമുണ്ട്. കുറേ വിദ്യാർത്ഥികൾ, കുറേയേറെ ശിഷ്യന്മാർ അദ്ദേഹത്തെ ആദരവോടെ കാണുകയും തങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. തീർച്ചയായും ഈ ഒരു ലഘുവായി മാറിപ്പോയ ഈ പിഴച്ച കാലഘട്ടത്തിലും ശ്രേഷ്ഠനായ ഒരു ഗുരുനാഥൻ്റെ ഇമേജ് സൃഷ്ടിച്ചുകൊണ്ട് വേണുഗോപാല പണിക്കർ സമൂഹത്തിലും ഭാഷയിലും സംസ്കാരത്തിലും അധ്യാപക ജീവിതത്തിലും വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇനിയും ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ കുമാരടി കോളിനോടൊന്നും അത്ര മതിപ്പുള്ള ഒരാളല്ല പണിക്കർ, എനിക്കറിയാം. തൻ്റെ റിട്ടയർമെൻറ്റിന്
പണിക്കർക്കുണ്ടായിരുന്ന ഒറ്റ കണ്ടീഷൻ എന്തായിരുന്നു? അഴീക്കോട് സാറിനെ വിളിക്കരുത് എന്നാണ്. അപ്പോൾ നിലപാടുകളുണ്ട് പണിക്കർ. കാരണം അഴീക്കോട് സാറിനോട് ഇഷ്ടവുമുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ താൻ പറയുന്ന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും പോലെ ജീവിതത്തിൽ നിർവഹിക്കാൻ കഴിയാതെ പോയ ഒരു വ്യക്തി എന്നൊരു ഒരു അഭിപ്രായമുണ്ട്. അതൊക്കെ ഒരു സ്വന്തമായ അഭിപ്രായമാണ്. അങ്ങനെ എന്തിനെ പറ്റിയിട്ടും സ്വന്തമായ ഒരു മാനദണ്ഡം ജീവിതത്തിൽ സൃഷ്ടിക്കുക, ഒരു പെർഫെക്ഷനെ പറ്റിയുള്ള സ്വഭാവം ഉണ്ടാവുക, അത്തരം ജീവിതത്തിന് പലപ്പോഴും ട്രാജഡി ആയിരിക്കാം. ഒരു ഞാൻ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയാണ്. ഒരുവണ എന്നോട് ദുഃഖത്തോടുകൂടി പറഞ്ഞു, രാജി പറഞ്ഞു, താങ്കളെ കൊണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് ഒരുവണ ദുഃഖത്തോടുകൂടി പറഞ്ഞു. അങ്ങനെ ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ 10 ഗ്രേറ്റ് നോവൽസ് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പണിക്കത് വായിച്ചിട്ടുണ്ട്. ഒരു നീണ്ട പഠനമുണ്ട് സോമർസെറ്റ് മോം അത് പറയുന്നുണ്ട്. ഈ പ്രതിഭാശാലികൾക്ക്, ഏറ്റവും മിടുക്കരായ ആൾക്കാർക്ക് പലപ്പോഴും കുടുംബത്തോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ പറ്റാതെ പോകും എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകം കുറച്ചുകൂടി കടന്നതാണ്. ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു നോ അബൌട്ട് ദം, ബട്ട് ഇറ്റ് വിൽ ബി എ ഹെൽപ്പ് ടു ലിവ് വിത്ത് ദം എന്നാണ് സോമർസെറ്റ് മോം പറയുന്നത്. ജീനിയസ് ആണോ, പ്രതിഭാശാലിയാണോ, അതിപ്രഗത്ഭനാണോ, അവരെ കൂടെ ജീവിക്കേണ്ടി വന്നാൽ പെട്ടു എന്ന അർത്ഥത്തിലാണ് സോമർസെറ്റ് മോമൊക്കെ എഴുതുന്നത്. ഞങ്ങൾ പിന്നെ അതിനെപ്പറ്റി ചർച്ച ചെയ്തു കുറേ നേരം. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിലൊക്കെ ഒരു വൈകാരിക, ശരിയാണ്, ഒട്ടും പ്രായോഗികതയില്ലായ്മ, പല കാര്യങ്ങൾക്കും പ്രായോഗികമാകും. എനിക്ക് എണ്ണി പറയാൻ പറ്റും. ഞാൻ അതിനെ നിർത്തി കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രായോഗികത ഇല്ലാത്തതിൻ്റെ ഫലമായി വന്ന ഒരുപാട് പരിമിതികൾ. പക്ഷേ ചില വലിയ സങ്കല്പങ്ങൾക്കും വലിയ ലക്ഷ്യങ്ങൾക്കും വേണ്ടി കവി ചോദിച്ച പോലെ വലിയ ആശയങ്ങൾക്കും വലിയ ആദർശങ്ങൾക്കും വലിയ സങ്കല്പങ്ങൾക്കും വലിയ ലക്ഷ്യങ്ങൾക്കും വേണ്ടി നമ്മൾ ചൊരിയുന്ന കണ്ണുനീരും വിയർപ്പുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധന്യത. ആ ധന്യത പണിക്കർക്കുണ്ടായിരുന്നു. ഒരിക്കലും ഞാൻ ജീവിതകത്തെ അനേകം വ്യക്തികളുമായി സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സംസ്കാരത്തിലും പൊതുരംഗത്തുമുള്ള അനേകം പേരുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണെന്നൊരു അഭിമാനം എനിക്ക് എന്നെ പറ്റിയുണ്ട്. മാത്രമല്ല എൻ്റെ സമയത്ത് ഞാൻ കുറേ സമയം വിനിയോഗിച്ചിട്ടുള്ളത് ഈ സ്നേഹത്തെ പറ്റി പഠിക്കാണ്. മനുഷ്യൻ്റെ ഏറ്റവും അദമ്യമായ വാഞ്ച എന്ന് പറയുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹമാണ്. അതിൽ ജോർജ് സാന്തായൻ്റെ മനോഹരമായൊരു ലേഖനമുണ്ട്, ഓൺ ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. മിത്തത എന്ന പേരിൽ ആചാര്യ രാമചന്ദ്ര ശുക്ലയുടെ പ്രസിദ്ധമായ പഠനം എൻ്റെ ഓർമ്മയിൽ വരുന്നു. ചങ്ങാതത്തിൻ്റെ മനഃശാസ്ത്രം എന്ന പേരിൽ മനോഹരമായൊരു ലേഖനം ഡോക്ടർ SP രമേശൻ്റെ ഉണ്ട്. ഇതൊക്കെ വായിച്ച് അതിന് ഉത്തമമായ മാതൃക അന്വേഷിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഉയർന്നു നിൽക്കുന്ന ചിത്രം വേണുഗോപാല പണിക്കരുടേതാണ്. ഒന്നാം തരം ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്കതാണ്. ഒരു സ്നേഹത്തെ ചൊല്ലി 100 ആവർത്തി എത്തിയിടുവൻ എന്ന രീതിയിൽ സ്നേഹത്തിന് നിന്നല്ലോ മറ്റൊന്നും ലഭിച്ചിടാൻ, സ്നേഹത്തിൻ ഫലം സ്നേഹം, ജ്ഞാനത്തിൻ ഫലം ജ്ഞാനം എന്ന് വിശ്വസിച്ച വളരെ ശ്രദ്ധേയനും വളരെ നന്മയുള്ളവനും വളരെ വിശുദ്ധനും എന്ന് പറയാവുന്ന രീതിയിൽ ഒരു വ്യക്തിത്വമാണ് വേണുഗോപാല പണിക്കർ. അനേകം മഹാരാജാസ് കോളേജിൽ നിന്ന് തുടങ്ങി പിന്നെയുള്ള ഈ 56 പതിറ്റാണ്ടിൻ്റെ ഒട്ടേറെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടും സംഭാഷണങ്ങൾ ഉദാഹരിച്ചുകൊണ്ടും ആ വ്യക്തിത്വത്തെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് കഴിയും. ഒരു ഔചിത്യബോധം കൊണ്ടും വാക്കുകളായി പൊട്ടിവിരിയാത്ത അനേകം ദുഃഖബീജങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടും ഞാനിപ്പോൾ അതിന് തുനിയുന്നില്ലെന്നേ ഉള്ളൂ. വലിയൊരു മനുഷ്യൻ എന്ന് പറയാവുന്ന രീതിയിലാണ്. ഇതാ ഒരു പണിക്കരുമായിട്ടുള്ള ദീർഘകാലം വേണം. ദീർഘകാലം ഇടപെട്ടാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ചിത്രം അത് ഉദാത്തതയാണ്, അത് മഹത്വത്തിൻ്റേതാണ്, അത് വിശുദ്ധിയാണ്. നമ്മൾ ഈ ലോഞ്ചിനസിൻ്റെ ഉദാത്തതയെ പറ്റിയൊക്കെ പറയുന്ന പോലെ, കുട്ടികൃഷ്ണമാരാർ സാഹിത്യത്തിൻ്റെ സംസ്കാര തലത്തെ പറ്റിയൊക്കെ പറയുന്ന പോലെ, ഒരു സംസ്കാര പ്രബുദ്ധമായ ഒരു മനസ്സിൻ്റെ നന്മയുടെ സ്നേഹത്തിൻ്റെ അറിവിൻ്റെ ഒക്കെ ഒരു കേദാരമായിരുന്നു വേണുഗോപാല പണിക്കർ. ഞാൻ നിർത്തുന്നു. എന്തിനാണ് പണിക്കരെ പോലുള്ള വ്യക്തികളുണ്ടാകും? അത് ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ മോഹിയുദ്ദീൻ വളരെ വിശദമായി പറഞ്ഞു. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. എന്തിനാണ് ഇത്തരം പണിക്കരെ പോലുള്ള ആൾക്കാരുണ്ടാകുന്നത്? അത് എമേഴ്സൻ്റെ വാചകം ഞാൻ ഉദ്ധരിച്ച് നിർത്താം. എമേഴ്സൺ പറയുന്നു, അല്ലെങ്കിൽ എമേഴ്സൻ്റെ ആശയങ്ങളെ ഉപജീവിച്ച് പറഞ്ഞാൽ, വേണുഗോപാല പണിക്കരെ പോലെയുള്ള മനുഷ്യന്മാർ, വ്യക്തികൾ, ഗുരുനാഥന്മാർ, സംസ്കാരചിത്തന്മാർ, ഗ്രന്ഥകാരന്മാർ ഒക്കെ ഉണ്ടാകുന്നത് വീണ്ടും അതുപോലെ തന്നെ ഉത്തമന്മാരായ
എ ആർ രാജാവർമ്മയെ പറ്റിയുള്ള ലേഖനം പണിക്കർ അവസാനിപ്പിക്കുന്നത് അത് പറഞ്ഞുകൊണ്ടാണ്. വളരെ ഉദാരശീലന്മാരും വളരെ പൈതൃകബോധമുള്ളവരുമായ വ്യക്തികൾ ഉള്ളൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ അപ്പം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം അവസാനിപ്പിക്കുന്നത്. ആ വാക്യങ്ങൾ ഡോക്ടർ കുഞ്ഞുണ്ണി രാജയെ പറ്റി പറയുമ്പോഴും അത്തരമൊരു വാചകം പണിക്കർ ഉപയോഗിക്കുന്നുണ്ട്. ആ രണ്ട് വാചകങ്ങളും എ ആർ രാജാവർമ്മയെ പറ്റിയും ഡോക്ടർ കുഞ്ഞുണ്ണി രാജയെ പറ്റിയും പണിക്കർ പറഞ്ഞ വാചകങ്ങൾ പണിക്കർക്കും ബാധകമാണ് എന്ന വിശ്വാസം ആവർത്തിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനെ അനേകം വലിയ വ്യക്തികളുണ്ടാവാൻ ആ സ്നേഹം ആ നന്മയും വീണ്ടും നമ്മുടെ സമൂഹത്തിലും സംസ്കാരത്തിലും വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ സുഹൃത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ ആദരാഞ്ജലി അർപ്പിക്കുന്നു.